വന്യമൃഗങ്ങൾക്ക് കടക്കുന്നതിനായി ദേശീയപാതയിൽ അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപനത്തിലൊതുങ്ങി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് കുറുകെ 3 ഇടങ്ങളിലാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ പദ്ധതി ഒരുക്കിയത്. സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണിത്. കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിൽ ഇറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ബോഡിമെട്ടിനടുത്ത് തോണ്ടിമല, പൂപ്പാറയ്ക്കടുത്ത മൂലത്തറ, ആനയിറങ്കൽ എന്നിങ്ങനെ 3 സ്ഥലങ്ങളാണ് ഇതിനായി കണ്ടെത്തിയത്. ദേശീയപാതയ്ക്കായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തു നിന്നും മുറിച്ചു മാറ്റിയ മരങ്ങൾക്ക് പകരമായി ദേശീയപാത വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. 6,90,00,000 രൂപയാണ് ഇതിനായി ദേശീയപാത വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ ക്യാമ്പ എന്ന ഉപദേശക സമിതിയിൽ അടച്ചത്. 1 വർഷം മുമ്പ് ദേശീയപാത വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനംവകുപ്പ് ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു. ദേവികുളം ഗ്യാപ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ 4 മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഏത് നിമിഷവും വന്യമൃഗങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. തീർച്ചയായിട്ടും ഈ റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും വാഹനങ്ങൾക്കും അതുപോലെ വന്യമൃഗങ്ങൾക്കും വളരെയേറെ സംരക്ഷണം നൽകുന്നൊരു പദ്ധതിയായിരുന്നു അത്. ആ പദ്ധതി ഇപ്പോൾ 2 വർഷമായിട്ടും നിലച്ചിരിക്കുകയാണ്. എവിടെയാണ് അതിൻ്റെ ഫണ്ട്, എന്താണത് ചെയ്യുന്നത് എന്ന് നിലവിൽ യാതൊരു വിവരവുമില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇത് വന്യമൃഗങ്ങൾ ഒരു ഭാഗത്തോട് കടന്നാൽ ഒരു പാസേജ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ആനകളെ സംബന്ധിച്ച് നമുക്കറിയാം, അത് കറക്റ്റായിട്ട് ആ പാസേജിൽ കൂടി തന്നെ പാസ് ചെയ്യുള്ളൂ. അപ്പം ഇവിടെ കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ കർഷകർക്കും തൊഴിലാളികൾക്കും വളരെയേറെ ഉപകാരമുള്ളൊരു പദ്ധതി കൂടിയായിരുന്നു അത്. കാരണം അത് ആന പാസ് ചെയ്യുന്ന ഭാഗം ഒഴിവാക്കി അല്ലെങ്കിൽ പോയാൽ നമുക്കറിയാൻ പറ്റുന്നൊരു സംവിധാനമായിരുന്നു അങ്ങനെ ഒരു പാസേജ് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടി തുക വകയിരുത്തുകയും നിർമ്മാണം പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്താണ് അതിൻ്റെ കാര്യം എന്ന് നമുക്കിതുവരെ വിലയിരുത്തിയിട്ടില്ല. റോഡ് നിർമ്മാണം പൂർത്തിയായി 2 വർഷമായിട്ടും ആ ഒരു ഭാഗം മാത്രം ഇപ്പോഴും എന്താണ് അതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. വനംവകുപ്പിന് ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അധികൃതരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം പൂർത്തിയായിട്ടും അണ്ടർപാസുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല.